എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് ക്ലാസ് 5ലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണ് എന്ന് വിശ്വസിക്കുകയാണ്. കൊറോണയ്ക്ക് കരുതിയിരിക്കുന്നുണ്ടല്ലോ. നിങ്ങളെല്ലാവരും സുരക്ഷിതരാണ് എന്ന വിശ്വാസത്തോടെ ഞാൻ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നേരിട്ട് കിടക്കുകയാണ്. മൈ ഡിയർ ചിൽഡ്രൻ, ഐ ഹോപ്പ് യു ഓൾ ആർ വെരി ഫൈൻ അറ്റ് യുവർ ഹോം. How is your corona? How is corona in your locality? I think you all are very safe. Okay, then we can start the session, class 5 of this session. Okay, പ്രിയപ്പെട്ട കുട്ടികളെ, ഞാൻ അന്ന് ക്ലാസ് 4 നാലാമത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ചോദ്യം തന്നിട്ടാണ് പോയത്. ഓർമ്മയുണ്ടോ? 10 മുതൽ 48 വരെ ഉള്ള ഇരട്ട സംഖ്യകളുടെ തുക കണ്ടുപിടിക്കുക എന്നൊരു ചോദ്യം തന്നിട്ടാണ് ഞാൻ അന്ന് പോയത്. അപ്പോൾ 10 മുതൽ 48 വരെയുള്ള ഇരട്ട സംഖ്യകൾ എന്ന് പറയുമ്പോൾ ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ചിലപ്പോൾ ചിലവർ കൈവച്ചിട്ട് ഇങ്ങനെ കൂട്ടും. 10, 12, 14, 16, 18, 20, 22, 24, 26, 28, 30, 32, 34, 36, 38, 40, 42, 44, 46, 48. അപ്പം 20 എണ്ണം കിട്ടും. അപ്പൊ അവർ പറഞ്ഞ് 20 എണ്ണമാണ്. അപ്പൊ സം ഓഫ് ഈവൻ നമ്പറിന്റെ ഫോർമുല n × n+1. നമ്മൾ അന്ന് 3 ഫോർമുല പഠിച്ചു വെച്ചിനെ n × n+1 എന്നാണ് സം ഓഫ് ഈവൻ നമ്പർ. അപ്പൊ 20 × 20 + 1, അപ്പൊ 20 × 21 ആൻസർ കിട്ടും 420. 420 എന്ന് ആൻസർ കിട്ടിയിട്ടുണ്ട്. ശരി, ഏതായാലും നമുക്ക് നോക്കാം. അപ്പൊ ഇത് പിന്നെ 10 മുതൽ 48 വരെ ആയതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. എന്നാൽ ചിലപ്പോൾ 10 മുതൽ ഇപ്പോൾ 1920 വരെ ഉള്ളത് എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ഇരുന്നിങ്ങനെ കൈക്കുട്ടി എടുക്കുക ചെയ്യുക അല്ലല്ലോ. അപ്പോൾ പിന്നെ എക്സാമിനേഷന് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് സമയം വേണ്ടി വരും. അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി. ഇത് കണ്ടുപിടിക്കാൻ നമ്പർ ഓഫ് ടേം, എത്ര ടേംസ് ആ കൂട്ടത്തിൽ ഉണ്ട് എന്നല്ലേ അല്ലേ നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരുന്നത്. അപ്പൊ അത് കണ്ടുപിടിക്കാൻ വേണ്ടി വേറെ എന്തോ ഒരു ട്രിക്ക് ഉണ്ട്. അപ്പൊ ആ ട്രിക്കിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് ഈ സെഷനിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ നേരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഐ ആം ഗോയിങ് ടു ഷെയർ മൈ സ്ക്രീൻ വിത്ത് യു. സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മളത് കഴിഞ്ഞ ക്ലാസ് നമ്മൾ എങ്ങനെ ചെയ്യും, നമ്മൾ എങ്ങനെ ആ ചോദ്യങ്ങളെ നമ്മൾ എങ്ങനെ സമീപിക്കും എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ വൺസ് അഗൈൻ ഐ വെൽക്കം ഓൾ ഓഫ് യു ടു ദി ക്ലാസ് 5 ഓഫ് 10th സ്റ്റാൻഡേർഡ്. ഓക്കെ, ദെൻ ശരി, അന്ന് ഞാൻ നിങ്ങൾക്ക് തന്ന ചോദ്യം ഇതായിരുന്നു. ഫൈൻഡ് ദി സം ഓഫ് ഈവൻ നമ്പേഴ്സ് ഫ്രം 10 to 48. 10 മുതൽ 48 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുക കണ്ടുപിടിക്കുക എന്നായിരുന്നു ചോദ്യം. അപ്പൊ അന്ന് നിങ്ങൾ പിന്നെ ഞാൻ പറഞ്ഞ പോലെ ചിലവർ കൈയെല്ലാം കണ്ടുപിടിച്ചു. എന്റെ അവർ പറഞ്ഞു 20 എണ്ണം ഉണ്ട്, 20 സംഖ്യകളാണെന്ന് കണ്ടുപിടിച്ചു. അപ്പൊ അവരെന്ത് ചെയ്തിട്ടുണ്ടാവും? അവർ ചെയ്തത് അപ്പൊ ഫോർമുല എഴുതി വെച്ചു. Sn ഈക്വൽസ് എന്താണ് ഫോർമുല? ഈവൻ നമ്പറിന്റെ ഫോർമുല Sn = n × n+1 ആയിരുന്നു. അപ്പൊ അത് വെച്ചിട്ട് അവർ ആൻസർ കണ്ടുപിടിച്ചു. n 20 എന്ന് കിട്ടി, നമ്പർ ഓഫ് ടേം 20 കിട്ടി. 20 × 20 + 1, അതായത് 20 × 21. സോ ദെയർ ആൻസർ ബിക്കംസ്, അല്ലേ? ആൻസർ എന്തായി മാറി? ആൻസർ എന്ന് പറയുന്നത് 420 എന്ന് കിട്ടി. ഇങ്ങനെ കുറെ ആൾക്ക് ആൻസർ ഇവിടെ കിട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ ചോദ്യം ഇതായിരുന്നു. ഞാൻ ഇപ്പൊ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടു. അതായത് ഇത് 10 മുതൽ 48 വരെ എന്ത് വന്നോണ്ടല്ലോ ഇങ്ങനെ ചെയ്തത്. എന്നാൽ 10 മുതൽ ഒരു 1616 വരെ എന്നൊക്കെ ചോദിച്ചാൽ ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഒരു കാര്യം മനസ്സിലാവുന്നു. എന്ന് കാണാൻ, നമ്പർ ഓഫ് ടേം കാണാൻ എന്തോ ഒരു വഴി, ഒരു ട്രിക്കും ഉണ്ട്. അപ്പൊ ആ ട്രിക്കിനെ കുറിച്ചാണ് ഞാൻ ഇപ്പൊ പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ശരി, ഓക്കെ, ശരി. അടുത്ത സ്ക്രീനിലേക്ക് പോവാണ്. അത് കണ്ടുപിടിക്കാൻ എന്റെ ഫോർമുലയാണ് ഞാൻ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പൊ അത് നമുക്ക് നോക്കാം. എന്താ നോക്കാം. ഫോർമുല എല്ലാവരും എഴുതിക്കോ, നോട്ട്ബുക്ക് ഒക്കെ കയ്യിലുണ്ടല്ലോ. ശരി, ഫോർമുല ഫോർ ഫൈൻഡിങ് നമ്പർ ഓഫ് ടേംസ് n, പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുന്നതിനുള്ള ഫോർമുല. അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ഇപ്പുറത്തെ സൈഡിൽ ഞാൻ എഴുതിയിട്ടുണ്ട്, പക്ഷെ അത് ചിലപ്പോൾ ചിലവർക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എഴുതിയിട്ട് പറഞ്ഞുതരാൻ പോവാണ്. ശ്രദ്ധിച്ചോളാം. നമ്മൾ nth ടേമിന്റെ ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. Tn ഈക്വൽസ് എല്ലാവർക്കും അറിയാം, അല്ലെ? നമ്മൾ ആദ്യത്തെ പാഠത്തിൽ പഠിച്ചതാണ്. nth ടേം ഈക്വൽസ് Tn ഈക്വൽസ് T1 + n - 1 × Tn. ശരി, ഇതിപ്പോ ഒരു ഇക്വേഷൻ ആണ്. നമുക്കറിയാം ഒരു ഇക്വേഷൻ ഒരു സൈഡിൽ നിന്ന് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് പോകുമ്പോൾ സൈന് മാറുന്നു അറിയാലോ. പ്ലസ് ആണെങ്കിൽ മൈനസ് ആവും, മൈനസ് ആണെങ്കിൽ പ്ലസ് ആവും, ഇൻറ്റു ചെയ്ത് ഇപ്പുറം വരുമ്പോൾ ഡിവൈഡ് ആവും, ഡിവൈഡ് ചെയ്ത് ഇപ്പുറം വരുമ്പോൾ ഇൻറ്റു ആവും. ശരി, നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ആദ്യം T1 ഇപ്പുറത്തേക്ക് മാറ്റുന്നത്. അപ്പൊ എന്താ സംഭവിച്ചെന്ന് നോക്കിക്കോ. അതായത് ഇവിടെ Tn ഉണ്ട്, Tn - T1 ഇപ്പുറം വരുമ്പോൾ മൈനസ് ആവും. കാരണം ഇവനിവിടെ സൈന് ഒന്നുമില്ലെങ്കിൽ, ഫ്രണ്ടിൽ ഒന്നുമില്ലെങ്കിൽ പ്ലസ് എന്നർത്ഥം. അപ്പൊ പോസിറ്റീവ് Tn ഇപ്പുറം -Tn ആയി. ബാക്കി അപ്പുറത്ത് എന്താ ബാക്കിയുണ്ടാവുക? അപ്പുറം ബാക്കിയുള്ളത് n - 1 × d എന്നാ ബാക്കിയുള്ളത്. ശരി,
ഇനി അവിടെ ഇൻറ്റു ചെയ്ത് ഡി ഉണ്ടല്ലോ, ഈ ഇൻറ്റു ചെയ്ത് ഡീനെ ഞാൻ ഇപ്പുറത്തേക്ക് വിടുന്നു. ഇപ്പുറം വരുമ്പോൾ എന്താ ഓനെന്തായി മാറും? ഓൻ ഡിവൈഡ് ആവും. ഓനെ പേട വരും Tn മൈനസ് T1 ബൈ ഡി ഈക്വൽസ് ബാക്കി എന്താ ഉണ്ടാവും അവിടെ? n-1 എന്ന് വന്നു. നമുക്ക് n നെയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ -1 ഈ -1 കൂടി ഞാൻ ഇപ്പുറത്തേക്ക് മാറ്റി ഇവനിപ്പം വരുമ്പോൾ എന്തായി മാറും? +1 ആവും. അപ്പൊ എങ്ങനെ വന്നിട്ട് ഓനൊപ്പം വന്നിട്ട് എന്താ ചെയ്യാം? അതായത് Tn മൈനസ് T1 ബൈ ഡി +1 ഈക്വൽസ് n. അപ്പോ ടേമിന്റെ നമ്പർ ഓഫ് ടേം കണ്ടുപിടിക്കേണ്ട ഒരു ഫോർമുലയാണ് ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതാണ് ഇപ്പൊ നമുക്ക് പഠിക്കേണ്ടത്. എന്ത്? n ഈക്വൽസ്, അതാണ് ഇപ്പുറത്തെ സൈഡിൽ നിങ്ങൾക്ക് പിന്നെ റെഡിൽ എഴുതി കാണാം. അത് പക്ഷെ പെട്ടെന്ന് മനസ്സിലാവാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതിയത്. എന്താ എഴുതിയത്? Tn മൈനസ് T1 ബൈ ഡി +1 ഈക്വൽസ് n. ഇത് ബൈഹാർട്ട് ചെയ്യണം. അല്ലെങ്കിൽ മറ്റൊരിടത്ത് ഇങ്ങനെ പറയാം, എന്താ വാട്ട് ഈസ് Tn എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? Tn ലാസ്റ്റ് ടേമിൽ പറഞ്ഞ പേരാണ് Tn, nth ടേം ഓർ ലാസ്റ്റ് ടേം. T1 എന്ന് പറഞ്ഞാലോ ഫസ്റ്റ് ടേം, ഡി എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് +1. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇതിന് ഇങ്ങനെ പഠിക്കാം, ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ബൈ കോമൺ ഡിഫറൻസ് +1. എന്താ ഞാൻ പറഞ്ഞ? ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ബൈ കോമൺ ഡിഫറൻസ് +1. മലയാളത്തിൽ പറഞ്ഞാൽ അവസാന പദം മൈനസ് ആദ്യ പദം ബൈ പൊതുവ്യത്യാസം +1. അവസാന പദം മൈനസ് ആദ്യ പദം ബൈ പൊതുവ്യത്യാസം +1 സമം പദങ്ങളുടെ എണ്ണം. ഇപ്പൊ പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള ഒരു പുതിയ ഫോർമുലയാണ് ഇപ്പം നമ്മൾ മനസ്സിലാക്കി വെച്ചത്. ഞാൻ ഒന്നുകൂടി പറയട്ടെ, ലാസ്റ്റ് മൈനസ് ഫസ്റ്റ് ബൈ കോമൺ ഡിഫറൻസ് +1 അല്ലെ? പാട്ട് പോലെ പറയാൻ പറ്റണം. ശരി, നമ്മൾ സാധാരണ ടെക്സ്റ്റ് ബുക്കിനകത്ത് പിന്നെ x1 ഫസ്റ്റ് ടേമിന് x1 എന്നും nth ടേമിനൊക്കെ xn എന്നും ഒക്കെ എഴുതി കാണാം. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ പിന്നെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് വെരി ഈസി ടു യൂസ് T1, T2, T3 എക്സെട്ര അപ് ടു Tn. അതുകൊണ്ടാണ് ഞാനിവിടെ Tn എന്ന് തന്നെ ഉപയോഗിക്കാൻ കാരണം. ചിലപ്പോൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ അത് ഇതിനൊക്കെ പകരം x1 എന്നോ x2 എന്നോ xn എന്നൊക്കെ കാണാം. ഏതായാലും ബോത്ത് ആർ സെയിം. ശരി, ഏതായാലും ഇപ്പൊ നമ്മൾ മനസ്സിലാക്കിയത് എന്താ? നമ്പർ ഓഫ് ടേം, പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുന്നത് എങ്ങനെ? എൻ്റെ ഒരു ഫോർമുല ഇപ്പൊ ഉണ്ടാക്കി വെച്ചത്. എന്താ ഫോർമുല? ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ബൈ കോമൺ ഡിഫറൻസ് +1. അതായത് nth ടേം മൈനസ് അല്ലെ ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം Tn മൈനസ് T1 ബൈ ഡി. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? Tn മൈനസ് T1 ബൈ ഡി എന്നത് ഒരു വാല്യൂ ആണ്, ഒരു ഒറ്റ വാല്യൂ +1. അപ്പൊ ആ വാല്യൂയോട് ഒന്ന് കൂട്ടുക എന്നാണ് അർത്ഥം. ശരി, ഏതായാലും നമ്മൾ അടുത്ത സ്ക്രീനിലേക്ക് കടക്കാണ്. അടുത്ത സ്ക്രീനിൽ ഞാൻ ഒന്നുകൂടി ഇത് കാണിക്കാം. എന്താ ചെയ്തതെന്ന് കാണിക്കാം. അതായത് nth ടേമിന്റെ ഫോർമുല നമ്മൾ ആദ്യം എഴുതി വെച്ചു. ഒന്നുകൂടി എല്ലാവരും ശ്രദ്ധ ബോർഡിലാണേ, സ്ക്രീൻ എന്നിട്ട് ആ T1 ആദ്യം ഇപ്പുറത്തേക്ക് മാറ്റി. അപ്പൊ എന്തായി മാറി? T1 മൈനസ് Tn ഈക്വൽസ് n-1 ഇൻറ്റു ഡി എന്നായി. ആ ഇൻറ്റു ഡി പറയുമ്പോൾ ഡിവൈഡ് ആയി. അതായത് Tn മൈനസ് T1 ബൈ ഡി. ഇതൊരൊറ്റ വാല്യൂ ആണ്, ഇതൊരു സംഖ്യ ആയിരിക്കും. ആ സംഖ്യ ഈക്വൽസ് n-1 ആയി. അതായത് Tn മൈനസ് T1 ബൈ ഡി അല്ലെ +1, ആ -1 പറയുമ്പോൾ +1 ഈക്വൽസ് n. ഇതാണ് ഇപ്പൊ നമ്മൾ പഠിക്കുന്ന ആദ്യത്തെ ഫോർമുല. എന്താ ഫോർമുല? Tn മൈനസ് T1 ബൈ ഡി +1 എന്നിന്റെ ഫോർമുല. മലയാളത്തിൽ എങ്ങനെ പറയാം? അവസാന പദം മൈനസ് ആദ്യ പദം ബൈ പൊതുവ്യത്യാസം +1 സമം n. അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആണെങ്കിൽ ലാസ്റ്റ് മൈനസ് ഫസ്റ്റ് ബൈ കോമൺ ഡിഫറൻസ് +1. ഞാനത് ഒരു കാര്യം ചെയ്യാം, നമുക്കത് അങ്ങനെ ഒന്ന് എഴുതി പഠിക്കാം. എങ്ങനെ എഴുതി പഠിക്കാം? നമുക്ക് അദ്ദേഹത്തെ ഇങ്ങനെ നമുക്ക് എഴുതാം. ഒന്നും കൂടി ഞാനത് ലിങ്ക് എങ്ങനെ എഴുതാം? അപ്പൊ n ഈക്വൽ ടു പറയട്ടെ, അതായത് മലയാളത്തിൽ എഴുതുവാണെങ്കിൽ എങ്ങനെ ഉണ്ടാവുക? അവസാന പദം, ഇതെല്ലാവരും എഴുതെടുക്കണേ. അവസാന പദം മൈനസ് ആദ്യ പദം ബൈ പൊതുവ്യത്യാസം +1. അതാണ് എന്നിന്റെ ഫോർമുല. ഇംഗ്ലീഷ് എഴുതുകയാണെങ്കിൽ ഇംഗ്ലീഷ് മീഡിയംകാർ എങ്ങനെ എഴുതും? ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ബൈ കോമൺ ഡിഫറൻസ് എഫ് ആണിത്. ഡിഫറൻസ് ഈക്വൽസ് +1 ഈക്വൽസ് n നമ്പർ ഓഫ്. അപ്പൊ ഇത് ബൈ ഹാർട്ട് എഴുതുക. അവസാന പദം മൈനസ് ആദ്യ പദം ബൈ പൊതുവ്യത്യാസം +1 ഈക്വൽസ് n. ഇംഗ്ലീഷിലാണെങ്കിൽ ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ബൈ കോമൺ ഡിഫറൻസ് +1 ഈക്വൽ 10.
ഉറങ്ങി കിടക്കുമ്പോഴാണെങ്കിലും പെട്ടെന്ന് വിളിച്ചു ചോദിക്കുമ്പോൾ ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1 എന്ന് പറയാൻ പറ്റണം. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അത്രക്ക് ബൈഹട്ടായിരിക്കണം ഇത്. അവസാന പദം മൈനസ് ആദ്യ പദം ബൈ പൊതു വ്യത്യാസം പ്ലസ് 1 ഈക്വൽ ടു n. ഹലോ, ശരി. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ആദ്യം ഒരു ചോദ്യം നമ്മൾ കണ്ടില്ലേ? ഈ ക്വസ്റ്റ്യൻ ഇപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യാം? ഈ ക്വസ്റ്റ്യൻ ശരിക്കും എങ്ങനെ ചെയ്യാം? ഇനിയിപ്പോ നമുക്ക് മറ്റൊരു ടൈപ്പ് ഒന്ന് ചെയ്ത് നോക്കാം. അതായത് നമുക്ക് n അറിയില്ല. ഇവിടെ നമ്മളിപ്പോ നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങളിപ്പോ n ഇങ്ങനെ കുട്ടിയിലെടുത്ത് അങ്ങനെ അല്ലായിരുന്നു എങ്ങനെയും ചെയ്യാം. ഇതിപ്പോ പറഞ്ഞു പറയാം. അതായത് 10 മുതൽ നമ്മുടെ ക്വസ്റ്റ്യൻ ഇപ്പൊ ഇങ്ങനെയുള്ളത് 10 മുതൽ 48 വരെ എന്നർത്ഥം. അപ്പം മനസ്സിലായി. ഫസ്റ്റ് ടേം എത്ര? ഫസ്റ്റ് ടേം ഈസ് 10 ആണ്. ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് 48 ആണ്. ഇവിടെ ഡി എന്ന് പറയുന്നത് ഈവൺ നമ്പർ ആയതുകൊണ്ടല്ല, ഈവൺ നമ്പർ ഉണ്ടല്ലേ പറഞ്ഞു. ഇപ്പൊ 2, 4, 6, 8, 10, 12, 14 അങ്ങനെയല്ലേ വന്നു. 10, 12, 14 എന്നല്ലേ. അപ്പൊ 2 അല്ലേ കോമൺ ഡിഫറൻസ് 2 ആണ്. അപ്പൊ നമുക്ക് നമ്മൾ ആദ്യം n കണ്ടുപിടിക്കും. എന്നിന്റെ ഫോർമുല എഴുതിക്കുന്നതാ. അപ്പൊ എന്നിന്റെ ഫോർമുല എങ്ങനെയാ? എന്റെ ഫോർമുല എന്താ ഇപ്പൊ പഠിച്ചത്? ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1. അത് പ്രകാരം 48 മൈനസ് 10 ബൈ 2 പ്ലസ് 1, അതായത് 38 ബൈ 2 പ്ലസ് 1, അതായത് 19 പ്ലസ് 1, അതായത് 20. ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ 10 മുതൽ 48 നമ്മൾ കൂട്ടിയൊക്കെ 20 കിട്ടിയത്. അപ്പൊ വലിയ സംഖ്യകളാണ് നമുക്ക് ഇങ്ങനെ ചെയ്യാം. അപ്പൊ n ഇപ്പൊ കിട്ടിക്കഴിഞ്ഞു. നമുക്കൊരു കാര്യം ചെയ്യാം. അപ്പൊ n കിട്ടിക്കഴിഞ്ഞു. ഇനിയിപ്പോ n കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെങ്ങനെയാ ഫോർമുല സമയം കണ്ടുപിടിക്കും? ഫോർമുല എഴുതി n ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 1. ഈവൺ നമ്പറിന്റെ ഫോർമുല ഇതാണ്. ദാറ്റ് ഈസ് ഈക്വൽസ് 20 ഇൻറ്റു 20 പ്ലസ് 1 21. ദാറ്റ് ഈസ് ആൻസർ ഈസ് 420. നമ്മൾ നേരത്തെ കണ്ടു. അപ്പൊ ഇങ്ങനെയാണ് ആ പ്രോബ്ലം ചെയ്യുക. അപ്പൊ ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞതിനകത്ത് ഒരു ഫോർമുല ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നത്. എന്താ ഫോർമുല? നമ്പർ ഓഫ് ടേം കാണാൻ, ഒരു സീക്വൻസിന്റെ അകത്ത് എത്ര എണ്ണം ഉണ്ട് അതിന്റെ അകത്ത് എന്ന് കാണാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫോർമുലയാണ് ഇത്. ബൈഹട്ട് ആക്കണം. എന്താ ഫോർമുല? n ഈക്വൽസ് n ഈക്വൽസ് tn മൈനസ് t1 ബൈ d പ്ലസ് 1, അതായത് ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1. മാഷ് പറയുന്ന പോലെ താളാത്മകമായിട്ട് ഇങ്ങനെ പറയാൻ പഠിക്കണം. ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1 ഈക്വൽ ടു n. എളുപ്പമാണല്ലോ. പാട്ട് പോലെ പറഞ്ഞ് പഠിക്കാം. ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1, അത് കുറച്ച് ദൂരോട്ടാണ്. ഇവരെല്ലാം കണ്ടുപിടിച്ച ശേഷം പ്ലസ് 1. ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1. അവസാന പദം മൈനസ് ആദ്യ പദം ബൈ പൊതു വ്യത്യാസം പ്ലസ് 1. ഹലോ, ശരി. ഏതായാലും അത് കണ്ടുപിടിച്ചു എന്ന് മനസ്സിലാക്കുകയാണ്. ഇതാ ഇങ്ങനെയും നമ്മൾ എഴുതി വെച്ചു. അവസാന പദം മൈനസ് ആദ്യ പദം ബൈ പൊതു വ്യത്യാസം പ്ലസ് 1. അതാണ് n. അല്ലെങ്കിൽ ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിൽ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1 ഈക്വൽ ടു n. മനസ്സിലാക്കിയല്ലോ? ശരി. എന്നാൽ നമുക്ക് 1-2 ചോദ്യങ്ങൾ ചെയ്ത് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് വേണ്ട ചോദ്യം. എല്ലാവരും ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോ. ഫൈൻഡ് ദി നമ്പർ ഓഫ് ടേംസ് ഓഫ് ദ സീക്വൻസ് 2, 5, 8 എക്സെട്ര അപ് ടു 98. 2, 5, 8, 98 വരെയുള്ള പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുക. കണ്ടുപിടിച്ചോക്കാം. നമുക്ക് നോക്കാം. നമ്പർ ഓഫ് ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യം ഞാൻ ആ സീക്വൻസ് എഴുതും. നോക്കാം. നമുക്ക് ഒരുമിച്ച് എഴുതാം. എല്ലാവരും എഴുതിക്കോ. 2, 5, 8 എക്സെട്ര അപ് ടു 98 അത് തന്നെ. അപ്പൊ അവിടെ നിന്ന് കാര്യം മനസ്സിലായി. ഫസ്റ്റ് ടൈം എത്ര? അത് കണ്ണുകളൊക്കെ അറിയാലോ, 2 ആണ്. ഇനി ലാസ്റ്റ് ടൈം എത്ര? അതിന് എന്നാ പറയാ. എന്താ ലാസ്റ്റ് ടൈം? അത് ഇവിടെ 98 ആണ്. കോമൺ ഡിഫറൻസ് എത്ര? കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 3 ആണെന്ന് മനസ്സിലായി. 2നോട് 3 കൂട്ടിയിട്ട് 5 കിട്ടിയത്. 5നോട് 3 കൂട്ടിയിട്ട് 8, അപ്പം 3 ആണെന്ന് മനസ്സിലായി. നമുക്ക് ഫോർമുല എഴുതാം. എന്താ ഫോർമുല? പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കട്ടെ. അത് ഞാൻ ഇവിടെ എഴുതുന്നത് n ഈക്വൽസ് ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1, അതായത് 98 മൈനസ് 2 ബൈ 3 പ്ലസ് 1. 98 2 ബൈ 96 ബൈ 3 പ്ലസ് 1. 96 ബൈ 3 3 9 3 ടൈംസ്, 3 6 2 ടൈംസ്. അപ്പൊ 32 പ്ലസ് 1. സോ ദ നമ്പർ ഓഫ് ടേം ഈസ്, എളുപ്പല്ലേ? അപ്പൊ എന്ന് പറഞ്ഞാൽ 2, 5, 8 എക്സെട്ര അപ് ടു 98 വരെ ഇങ്ങനെ എഴുതിപ്പോയാൽ അതിന്റെ ഇടയിൽ എത്ര എണ്ണം ഉണ്ട് എന്ന് അർത്ഥം? There are 33 terms. അവിടെ 33 പദങ്ങളുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. സിമ്പിൾ അല്ലേ? ശരി. ഞാൻ നിങ്ങൾക്ക് ഇവിടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഒരു ചോദ്യം കൂടി നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി എഴുതി വെച്ചിട്ടുണ്ട്. എന്താ ചോദ്യം നോക്കാം. ഫൈൻഡ് ദ നമ്പർ ഓഫ് ടേംസ് ഓഫ് ദ സീക്വൻസ് 5, 10, 15 എക്സെട്ര അപ് ടു 485. 5, 10, 15 അങ്ങനെ പോയി 485 വരെ എത്ര എണ്ണം ഉണ്ട്? ഹൗ മെനി ടേംസ് ആർ ദർ? എത്ര പദങ്ങളുണ്ട് എന്ന് കണ്ടുപിടിക്കുക. പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുക. നമുക്ക് നോക്കാം. ഒരുമിച്ച് ചെയ്യാം. ശരി. എല്ലാവരും എഴുതണേ. എന്റെ കൂടെ തന്നെ എഴുതി വരണം. 5, 10, 15 ഇതാണ് സീക്വൻസ്. എക്സെട്ര അപ് ടു എത്ര വരെ? 485 വരെയാണ് ഉള്ളത്. ശരി. അപ്പൊ ആദ്യം തന്നെ എഴുതി വെക്കാം. എന്തൊക്കെ നമുക്ക് അറിഞ്ഞത്? T1 ഉണ്ട്, ഫസ്റ്റ് ടേം ഈസ് 5. ഇനി ലാസ്റ്റ് ടേം ഉണ്ട്, അതായത് Tn ഉണ്ട്. എത്ര? ദാറ്റ് ഈസ് 485.
ഇവിടെ കോമൺ ഡിഫറൻസ് എത്ര? കോമൺ ഡിഫറൻസും 5 ആണ്. അപ്പൊ നമ്മളൊക്കെ n കാണാനാ പറഞ്ഞത്. അപ്പൊ എന്നിന്റെ ഫോർമുല ബൈ ഹാർട്ട് ആക്കി. എന്താ ഫോർമുല? ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1. ദാറ്റ് ഈസ് 485 minus 5 by 5 plus 1. That is 485 and 5 value 480. 480 by 5 plus 1. 480 by 5 എത്രയാ? 9 5 are 40, 45 മുമ്പേറ്റ് 40 30 ബാക്കി 96 ഉണ്ടാവും അല്ലേ? ശരിയല്ലേ? 96 plus 1, that is, so the answer is 97. അപ്പൊ ഇങ്ങനെയാണ് ചെയ്യാം. സിമ്പിൾ അല്ലേ? അപ്പൊ ഇവിടെ ഇപ്പൊ ഞാൻ പഠിപ്പിച്ച ഒരു ഫോർമുല ബൈ ഹാർട്ട് ആക്കിയോ എല്ലാവരും കണ്ണടച്ചിട്ടൊന്ന് പറഞ്ഞു നോക്ക്. കണ്ണടച്ചൊന്ന് പറഞ്ഞു നോക്ക്. ഞാനും കൂടി പറയാം. എന്താ പറഞ്ഞത്? നമ്പർ ഓഫ് ടേം n ഈക്വൽസ് ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1. അതായത് tn മൈനസ് t1 ബൈ d പ്ലസ് 1. അവസാന പദം മൈനസ് ആദ്യ പദം ബൈ പൊതുവ്യത്യാസം പ്ലസ് 1. അപ്പൊ പാട്ട് പോലെ ഇങ്ങനെ പറഞ്ഞു പഠിച്ചാൽ സിമ്പിൾ ആയി കിട്ടി. അവസാന പദം മൈനസ് ആദ്യ പദം ബൈ പൊതുവ്യത്യാസം പ്ലസ് 1. അതാണ് നമ്പർ ഓഫ് ടേംസ്. കിട്ടിയല്ലോ? ശരി. ഇനി ഞാൻ നിങ്ങൾക്ക് ഇന്ന് മറ്റൊരു ഐഡിയ പറയാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിക്കും. ലിസൺ ടു ദ സ്ക്രീൻ. എല്ലാവരും എഴുതിക്കോ. സം ഓഫ് ടേംസ് ഓഫ് എൻ AS. ഒരു ASന്റെ ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ സം ഓഫ് ദ ടേംസ്, മലയാളത്തിൽ പറഞ്ഞാൽ സമാന്തര ശ്രേണിയുടെ പദങ്ങളുടെ തുക. നമ്മള് പലതും നമ്മൾ കണ്ടു കഴിഞ്ഞു. അത് എന്താ നമ്മൾ കണ്ടു? ഈ ഇരട്ട സംഖ്യ നമ്പർ ഓഫ് നാച്ചുറൽ നമ്പറിന്റെ സം കാണാൻ ഫോർമുല n × n + 1/2 കണ്ടല്ലോ നിങ്ങള്. വേണമെങ്കിൽ അത് ഇങ്ങനെ എഴുതാം. Sn ഈക്വൽസ് n × n + 1/2 എന്ന് കണ്ടു. പിന്നെ നിങ്ങൾ കണ്ടത് ഈവൺ നമ്പറിൻ്റെത് കണ്ടു. എന്താ കണ്ടു? n × n + 1 എന്ന് കണ്ടു. പിന്നെ ഓഡ് നമ്പറിൻ്റെത് കണ്ടു. എന്ത് കണ്ടു? n² എന്ന് കണ്ടു. ഇതൊക്കെ ഒന്ന് എണ്ണൽ സംഖ്യയുടെ തുക, കൗണ്ടിങ് നമ്പേഴ്സിന്റെ സമ്മ്, പിന്നെ ഒന്ന് ഈവൺ നമ്പർ ഇരട്ട സംഖ്യയുടെ തുക, പിന്നെ ഓഡ് നമ്പർ ഒറ്റ സംഖ്യയുടെ തുക. അവിടെ ഒന്ന് നമ്മുടെ അരിത്മെറ്റിക് സീക്വൻസിന്റെ സമ്മിനെ കുറിച്ച് നമ്മളൊന്നും പറഞ്ഞില്ലല്ലോ. ശരി, ഇനി അതാണ് പറയാൻ പോകുന്നത്. അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കും എന്നാണ് നമ്മൾ ഇപ്പം പഠിക്കാൻ പോകുന്നത്. ശരി, എല്ലാവരും ശ്രദ്ധയും. ബോർഡിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ എങ്ങനെയാണ് അതിന്റെ ഫോമിലേക്ക് അവിടെ ഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് പെട്ടെന്ന് മറ്റൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് ഞാൻ അത് വിശദീകരിക്കണം. ശരി, ശ്രദ്ധിക്കണേ. നമ്മള് സം ഓഫ് നാച്ചുറൽ നമ്പറിന്റെ ഫോമുല നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. n × n + 1/2 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അതിന് ചെറുങ്ങനെ മാറ്റി എഴുതുന്നു. അതിന് ഞാൻ ഇങ്ങനെ മാറ്റി എഴുതി. എങ്ങനെ മാറ്റി എഴുതി? n/2 × n + 1 എന്നും എഴുതാം. ശരിയല്ലേ? തെറ്റില്ലല്ലോ. ഇനി ഇവിടെ n എന്ന് പറഞ്ഞാൽ 1 to n വരെയല്ല. n എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ടേം എന്നർത്ഥം, 1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം എന്നർത്ഥം. അതുകൊണ്ട് ഞാൻ ഇവരെ ചെറുങ്ങനെ അങ്ങനെ ഒന്ന് മാറ്റി എഴുതി. എങ്ങനെ മാറ്റി എഴുതി? ദാറ്റ് ഈക്വൽസ് n/2 × ലാസ്റ്റ് ടേം ആണ് tn. 1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം എന്നു. അപ്പൊ അതങ്ങനെ എഴുതിയല്ലോ. ശരി, ഇനി മാറ്റിക്ക നോക്കളെ. n/2 × nth ടേമിനെ മാറ്റാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. nth ടേമിന്റെ ഫോർമുല നമ്മൾ ഫസ്റ്റ് ക്ലാസ് പഠിച്ചിട്ടുണ്ട്. tn ഈക്വൽസ് t1 + n - 1 × d. ഒരു പ്ലസ് ഒരു t1 കൂടി അവിടെ വന്നിട്ടുണ്ട്. അല്ലോ. അപ്പൊ എന്ത് സംഭവിച്ചു? അവിടെ എന്ത് സംഭവിച്ചു? അവിടെ സംഭവിച്ചത് n/2 × നോക്കളെ, ഒരു d1 ഒരു d1 പ്ലസ് ഒരു d1. അപ്പൊ ഒരു d1 ഒരു കൂട്ടുമ്പോൾ 2 d1 2t1. അപ്പൊ 2t1 പ്ലസ് ബാക്കി എന്താ ഉണ്ടാവും അവിടെ? n - 1 × d ആണല്ലോ. ഇനി n/2 കൊണ്ട് ഇവനെ മൾട്ടിപ്ലൈ ചെയ്യും. പുറത്തുള്ള ആൾ കൊണ്ട് ബ്രാക്കറ്റ് മാറ്റാൻ പോകും. റിമൂവ് ദ ബ്രാക്കറ്റ്. പുറത്തുള്ള ആൾ കൊണ്ട് അകത്തുള്ള എല്ലാം മൾട്ടിപ്ലൈ ചെയ്താണ് നമ്മൾ റിമൂവ് ബ്രാക്കറ്റ് ചെയ്യാം. ദാറ്റ് മീൻസ് ആദ്യം കിട്ടുന്ന നേരം അതായത് n/2 × 2t1 പ്ലസ് n/2 × n - 1 × d. ഹലോ. അപ്പൊ ഇവിടെ ഇപ്പം കിട്ടുന്നത് ഈ 2 × 2 കട്ടായി. അപ്പൊ ബാക്കി എന്താ ഉണ്ടാവുക? ബാക്കി nt1 പ്ലസ് ഇവിടെ n/2 × n - 1 × d എന്നാണ്. അപ്പൊ n/2 കൊണ്ടും d കൊണ്ടും ഉള്ളിലുള്ള മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എന്താ കിട്ടുക? n × n n² ആണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ ആടെ ഇപ്പൊ ഇങ്ങനെ കിട്ടുക. എങ്ങനെ കിട്ടുക? n²/2d മൈനസ് n/2 × d. അതായത് ഇവനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇവനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ആ ഡിയും പുറത്തുണ്ട്. അപ്പൊ n/2 × n എന്ന് പറയുമ്പോൾ n²/2 ഒരു ഡിയും കൂടി ഉണ്ട്, n²/2d. ഇത് n/2 × -1 -n/2 ഇൻറ്റു ഒരു ഡിയും കൂടി. ഇനി ഇവിടെ സ്ഥലമില്ലാണ്ടായിപ്പോലോ. ശരി, അപ്പൊ ഇനി ഞാൻ ഇങ്ങോട്ടായിരുന്നു നോക്കോളെ. അവിടെ ഇതിന്റെ ബാക്കി ഇങ്ങോട്ടായിരുന്നു. അവിടെ ഞാൻ n² ടേം ആദ്യം എടുത്തപ്പോൾ ഞാൻ ചെറിയൊരു മാറ്റം വരുത്തി.
d/2n². അതായത് ഈ n²/2d ഞാൻ ചെറുങ്ങനെ മാറ്റി എഴുതി d/2n². തെറ്റില്ലല്ലോ. പ്ലസ് അവിടെ ഇനിയിപ്പോൾ ഉള്ളത് nt1 മൈനസ് n/2d എന്നാണ് ഉള്ളത്. അപ്പൊ ഇതിപ്പോ ഒരുമിച്ചാണ് ഉള്ളത്. ഇവകൾ ഒരുമിച്ച് എടുക്കാം. അപ്പൊ നമുക്ക് അവിടെ എന്താ ആൻസർ കിട്ടും നോക്കാം. അതായത് d/2n² പ്ലസ് രണ്ടിലും ഞാൻ n ഉണ്ട്, ഞാൻ അതിനേക്ക് പുറത്തെടുത്തു. ബാക്കി അവിടെ എന്താ ഉണ്ടാവുക? ബാക്കി ഉണ്ടാവുന്നത് t1 മൈനസ് d/2 ഇൻറ്റു n. അപ്പൊ ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു സമ്മിന്റെ ഫോർമുല. d/2n² പ്ലസ് t1 മൈനസ് d/2 ഇൻറ്റു n. കാര്യം മനസ്സിലായോ? അതിന്റെ ഫോർമേഷൻ എങ്ങനെയാ ഒന്നൊന്നും അറിയണമെന്നില്ല, നമുക്ക് ഫൈനൽ ഇത് മാത്രം അറിഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ ആ സ്റ്റെപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഇപ്പൊ റെഡിങ്ങിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഫോർമുല കാണാൻ പറ്റും. d/2 ഇൻറ്റു n² പ്ലസ് t1 മൈനസ് d/2 ഇൻറ്റു n. ഏതായാലും ഞാൻ നെക്സ്റ്റ് സ്ക്രീനിൽ ഒരു ഫ്രീ സ്ക്രീൻ അവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടി ഞാൻ കാണിക്കാം. കുറേയൊക്കെ അത് മനസ്സിലായില്ല, കുറേ പറഞ്ഞു സാർ എനിക്ക് മനസ്സിലായിട്ടില്ല എന്നിപ്പോൾ പറയുന്നത് ഞാൻ കേട്ടു. അപ്പൊ ഞാൻ ഒന്നുകൂടി ഒന്ന് എഴുതാണെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു വെച്ചതാണ് ഒന്നുകൂടി. Sn ഈക്വൽസ്, പിന്നെ നമ്മുടെ ഫോർമുല n ഇൻറ്റു n+1/2 എന്നായിരുന്നു. അതിനെ ഞാൻ ചെറുങ്ങനെ മാറ്റി എഴുതി n/2 ഇൻറ്റു n+1 എന്ന് എഴുതി. ഇനി അതിനെ മാറ്റി എഴുതി Sn ഈക്വൽസ് n/2 ഇൻറ്റു n എന്ന് പറഞ്ഞാൽ 1 to n ആയിരുന്നു അതിന്റെ ഫോർമുല. 1 to n വരെയുള്ളതാണ് നമ്മൾ ഫോർമുല എടുത്തത്. അപ്പൊ n എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ടേം ആണ്, 1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം ആണ്. അതുകൊണ്ട് ഞാൻ n-ന് പകരം ഞാൻ എന്ത് എഴുതി? ഞാൻ എഴുതുന്നത് nth ടേം, ലാസ്റ്റ് ടേം, പ്ലസ് 1-ന് പകരം ഫസ്റ്റ് ടേം ആണ്. അപ്പോൾ ഇങ്ങനെ എഴുതി വെച്ചു. ഇനി ഇതിനെ ഒന്ന് മാറ്റി എഴുതാം. ഒന്നുകൂടി പറയണേ, ശ്രദ്ധിച്ചോളുക. tn എന്ന് പറഞ്ഞ് മാറ്റി എഴുതുമ്പോൾ tn മാറ്റി നമ്മൾ പഠിച്ചിട്ട് t1 പ്ലസ് n-1 ഇൻറ്റു d പ്ലസ് ഒരു t1 കൂടി. ഓക്കെ, എന്താ ഇവിടെ സംഭവിച്ചത്? അതായത് n/2 ഇൻറ്റു ഒരു d1 കൂടി കൂട്ടുമ്പോൾ 2t1. അപ്പൊ 2t1 പ്ലസ് n-1 ഇൻറ്റു d. അതായത് നോക്കോളെ, അതായത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ n/2 ഇൻറ്റു 2t1, പുറത്തുള്ള ആൾ കൊണ്ട് അകത്തുള്ള ആളെല്ലാം മൾട്ടിപ്ലൈ ചെയ്യണം, മൊത്തം ആള്, പ്ലസ് n/2 ഇൻറ്റു n-1 ഇൻറ്റു d, n-1 ഇൻറ്റു d അല്ലോ ഈക്വൽസ്. ഇവിടെ സംഭവിച്ചത് ഇവിടെ 2-ഉം 2-ഉം കട്ടായിപ്പോയി. അപ്പൊ അവിടെ ബാക്കി എന്താ ഉണ്ടാവുക? അവിടെ ഉണ്ടാവുന്നത് nt1 മാത്രം. ഇത് എങ്ങനെയാണ് കിട്ടിയതെന്നും ഒന്നും അറിയണമെന്നൊന്നുമില്ല, നമുക്ക് ഫൈനൽ സ്റ്റെപ്പ് മാത്രം അറിഞ്ഞാൽ മതി. അതുകൊണ്ട് വിഷമിക്കൊന്നും വേണ്ട. ഒരാൾ പറയുന്നത് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞേക്കും, ഞാൻ കേൾക്കുന്നില്ല പലരും പറയുന്നത്. അപ്പൊ ഇവിടെ പറയുന്നത് ഇനിയിപ്പോ n/2-നെ n-1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, d കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് എന്താ കിട്ടുക? n²/2d എന്നാണ് കിട്ടും. മൈനസ്, അതായത് n/2-നെ ഇവനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇനി പുറത്തുള്ള ഇവനും കൊണ്ട് മൾട്ടിപ്ലൈ, അപ്പൊ n ഇൻറ്റു n², അപ്പൊ n²/2 ഇൻറ്റു d. ഇനി അടുത്തത് n/2-നെ കൊണ്ട് ഇവനും കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ n/2 ഇൻറ്റു -1 മൈനസ് n/2, അപ്പൊ മൈനസ് n/2d എന്ന് കിട്ടിയല്ലോ. ശരി, ഇനി ഞാൻ ആദ്യം n² ടേം ആദ്യം എഴുതുന്നു. അപ്പൊ n²/2d-നെ ഞാൻ ചെറുങ്ങനെ മാറ്റി എഴുതി. അങ്ങനെ മാറ്റി എഴുതി ഞാൻ d/2 ആദ്യം എഴുതിയിട്ട് പിന്നെ n² എഴുതുന്നത്, തെറ്റൊന്നുമില്ല. പ്ലസ് ഇവിടെ ബാക്കിയുള്ളത് nt1 മൈനസ് n/2d എന്നാണ്. അപ്പൊ അത് ഒരുമിച്ചിട്ടാണ് ഉള്ളതെന്ന് മനസ്സിലാക്കി. അപ്പൊ ഈ ഇക്വേഷനിലേക്ക് കടക്കാണ്. അതായത് d/2n² പ്ലസ് രണ്ടിലും n ഉണ്ട്, ആ n-നെ ഞാൻ ഇങ്ങനെ പുറത്തെടുക്കുന്നതാണ്. അപ്പൊ ബാക്കി എന്താ ഉണ്ടാവും അവിടെ? t1 മൈനസ് d/2 ഇൻറ്റു n. ഇതാണ് നമ്മളെ Sn-ന്റെ ഫോർമുല. നമുക്ക് ഇത് മാത്രം ബൈഹെർട്ടാക്കിയാൽ മതി. അതെങ്ങനെ കിട്ടിയെന്നൊന്നും അറിയണ്ട. Sn ഈക്വൽസ്, അത് ഏതൊരു എർത്തമെറ്റിക് സീക്വൻസിന്റെയും സമ്മ് കാണുന്ന ഫോർമുലയാണ്. Sn ഈക്വൽസ് d/2n² പ്ലസ് t1 മൈനസ് d/2 ഇൻറ്റു n. അപ്പൊ അതൊന്ന് ബൈഹാർട്ട് ചെയ്യണം. നമുക്കൊരു കാര്യം ചെയ്യാൻ ഇനി ഞാൻ അത് പിന്നെ ആ ഫോർമുല മാത്രം ഞാൻ ഇവിടെ എഴുതി തരുവാണ്. നമുക്ക് അത് മാത്രം അറിഞ്ഞാൽ മതി. ഒന്നുകൂടി ഞാൻ ഇങ്ങനെ എഴുതാം. നോക്കോളെ, Sn ഈക്വൽസ് d/2n² പ്ലസ് t1 മൈനസ് d/2 ഇൻറ്റു n. അപ്പൊ ഇത് ബൈഹാർട്ടാക്കണം. ഈ ഫോർമുല എല്ലാവരും എഴുതി വെച്ച് ബൈഹാർട്ടാക്കണം. അപ്പൊ എന്തെല്ലാം അറിഞ്ഞാൽ മതി? ഇനി നമുക്ക് അതിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കാം. എന്തൊക്കെ അറിഞ്ഞാൽ മതി? ഒരു സീക്വൻസിന്റെ സമ്മ് കാണണമെങ്കിൽ 3 കാര്യം അറിഞ്ഞാൽ മതി. എന്തെല്ലാം? ഒന്ന് d എന്ന് പറഞ്ഞാൽ എന്താ? d എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് അറിയണം. പിന്നെ ഫസ്റ്റ് ടേം t1, ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസ് അറിയണം. പിന്നെ എന്തും കൂടി അറിയണം? n അറിയണം. എന്നാ n എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് n? n ഈസ് നമ്പർ ഓഫ് ടേംസ്. അപ്പം ഈ 3 കാര്യം അറിഞ്ഞാൽ മതി.
ഫസ്റ്റ് ടൈം അറിയണം, കോമൺ ഡിഫറൻസ് അറിയണം, പിന്നെ എത്ര എണ്ണം ഉണ്ട്, നമ്പർ ഓഫ് ടേംസും കൂടെ അറിയണം. അപ്പൊ ഇത് മൂന്നും അറിയാമെങ്കിൽ നമുക്ക് ഈ ഫോമുല ബൈഹാർട്ടാക്കാം. അത് നമുക്ക് ഇതിന്റെയൊക്കെ ഉത്തരം കണ്ടെത്താം. അപ്പൊ ഈ ഫോമുല ബൈഹാർട്ടായി കഴിഞ്ഞാൽ നമുക്കൊരു 5-6 മാർക്കിന്റെ സ്കോപ്പ് ഉണ്ട്. അതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടന്റ് ഫോമുലയാണ് ബൈഹാർട്ടായി കൂടും. അപ്പൊ SN ഈക്വൽസ് സം ഓഫ് സീക്വൻസ്, സം ഓഫ് എൻ അരിത്മെറ്റിക് സീക്വൻസ്. ഫോമുല d/2n² പ്ലസ് t1 മൈനസ് d/2 ഇൻറ്റു n. d/2n² പ്ലസ് t1 മൈനസ് d/2 ഇൻറ്റു n. ബൈഹാർട്ടാക്കിയല്ലോ. ശരി, ഏതായാലും ഞാൻ നെക്സ്റ്റ് സ്ക്രീനിലേക്ക് പോകാം. നമുക്ക് 1-2 ചോദ്യം ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഒരു ചോദ്യമാണ്, ഫൈൻഡ് ദ സം ഓഫ്, എല്ലാം എഴുതിയെടുത്തോ. ഫൈൻഡ് ദ സം ഓഫ് 25 ടേംസ് ഓഫ് ദ സീക്വൻസ് 2, 6, 10. അതായത് 2, 6, 10, 2, 6, 10, 2, 6, 10 എന്നുള്ളതിന്റെ ഇതിന്റെ 25 പദങ്ങളുടെ സം കണ്ടുപിടിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ സം ഓഫ് 25 ടേംസ്. അതിന് SN എന്ന് പറഞ്ഞാൽ S25 എന്ന് പറയും. അതിന്റെ മീനിങ് 25 ടേംസിന്റെ സം എന്നർത്ഥം. കണ്ടുപിടിക്കുക. നമുക്ക് നോക്കാം, ചെയ്ത് നോക്കാം. എന്തൊക്കെയാണ് നമുക്ക് അറിയേണ്ടത്? നമുക്ക് ഇതിന്റെ ഈ ചോദ്യത്തിൽ നമുക്ക് എന്തൊക്കെയോ ക്ലൂ കിട്ടിയിട്ടുണ്ടല്ലോ. ഒന്നാമത്തത് ഫസ്റ്റ് ടേം കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് ടേം എത്ര? ഫസ്റ്റ് ടേം is 2. കോമൺ ഡിഫറൻസ് ഇവിടെ കാണുന്നുണ്ട്. എത്ര? 2നോട് എത്ര കൂട്ടിയിട്ട് 6 കിട്ടിയത്? 4 കൂട്ടിയിട്ടാണ്. അപ്പൊ 4 കോമൺ ഡിഫറൻസ്. ഈ n ഇവിടെ തന്നിട്ടുണ്ട്. n എത്രയാ? n 25 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്പർ ഓഫ് ടേംസ് 25 ടേംസിന്റെ ഫൈൻഡ് ദ സം ഓഫ് 25 ടേംസ് ഓഫ് ദ സീക്വൻസ്. അല്ലെങ്കിൽ ഈ ശ്രേണിയുടെ 25 പദങ്ങളുടെ തുക കാണുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് മീൻസ് n = 25. നമുക്ക് കണ്ടുപിടിച്ചോക്കാം. ശരി, അപ്പൊ ഈ 3 കാര്യം നമുക്ക് വേണ്ടത് 3 ഇപ്പം കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഫോമുല എഴുതാം. എങ്ങനെ ചെയ്യാൻ നോക്കാം. ആദ്യം ഫോമുല എഴുതുക. ഫോമുല ബൈഹാർട്ടാക്കണം എന്ന് ഞാൻ പറഞ്ഞേ. അപ്പൊ d/2n² പ്ലസ് t1 മൈനസ് d/2 ഇൻറ്റു n. അപ്പൊ അത് പ്രകാരം വില കൊടുക്കുന്ന d/2 എന്നതിൽ 4/2, d4 അല്ലേനോ, ഇൻറ്റു n 25 അല്ലേ, അപ്പൊ 25ന്റെ സ്ക്വയർ പ്ലസ് t1 2 ആണേ, 2 മൈനസ് d/2 4/2 ആണേ, ഇൻറ്റു n എന്ന് പറഞ്ഞാൽ 25 ആണ്. ഇതിന്റെ വില കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ എത്ര കിട്ടും നോക്കാം. 4/2 2 ആണ്. 25ന്റെ സ്ക്വയർ 620, 625 ആണ്. അത് അറിയാത്തവർ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിക്കോളാം. 25 × 25 പ്ലസ് 2 മൈനസ് 2 ബ്രാക്കറ്റിൽ ഇൻറ്റു 25. എന്താ കിട്ടുക? ഇതിപ്പോ 1250 കിട്ടുക. 625 ഡബിൾ പ്ലസ് ഇതിപ്പോ 2 മൈനസ് 2 0 ആയിപ്പോലെ. 0 × 25 എന്ന് പറയുമ്പോൾ മൊത്തം 0 ആയിപ്പോയി. പിന്നെ അതിനൊന്നും ആലോചിക്കണ്ട. സോ ദ ആൻസർ ഈസ് 1250, 1250. അപ്പൊ എന്താ ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയ കാര്യം എന്താ? ഈ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടണമെങ്കിൽ നമുക്ക് ഈ ഒരാളെ സഹായം വേണം. ഏത് വേണം? നമുക്ക് ഈ ഫോമുല ബൈഹാർട്ടാക്കിയിരിക്കണം. അപ്പൊ ഈ ഫോമുല എല്ലാവരും ബൈഹാർട്ടായിക്കോളുക. എന്താ ഫോമുല? SN ഈക്വൽസ് d/2n² പ്ലസ് t1 മൈനസ് d/2 ഇൻറ്റു n. അതായത് പിന്നെ കോമൺ ഡിഫറൻസിന്റെ പകുതി ഇൻറ്റു n² പ്ലസ് കോമൺ ഡിഫറൻസിന്റെ പകുതിയും ഫസ്റ്റ് ടേമും തമ്മിലുള്ള ഡിഫറൻസ് ഇൻറ്റു n. ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ മനസ്സിലാക്കി വെക്കാം. ഏതെങ്കിലും ബൈഹാർട്ടാക്കുന്നത് ഇങ്ങനെയാണ് എളുപ്പം. d/2n² പ്ലസ് t1 മൈനസ് d/2 ഇൻറ്റു n. ബൈഹാർട്ടാക്കിയല്ലോ. ശരി, അടുത്തൊരു ചോദ്യത്തിലേക്ക് ഞാൻ കിടക്കാണ്. ഒരു ചോദ്യം കൂടി നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടി ഇവിടെ ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്. നോക്കാം എന്താ ആ ക്വസ്റ്റ്യൻ എഴുതോ. ഫൈൻഡ് ദ സം ഓഫ് 20 ടേംസ് ഓഫ് ദ സീക്വൻസ് 3, 6, 9 എക്സെട്ര. അപ്പൊ അവിടെയും നമുക്ക് തന്നിരിക്കുന്ന സീക്വൻസ് നമുക്ക് ഒരുമിച്ച് ചെയ്യാം. നോക്കോ, 3, 6, 9 എക്സെട്ര അപ് ടു S20 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്തെല്ലാം തന്നിട്ടുണ്ട് നോക്കാം. ഫസ്റ്റ് ടേം ഉണ്ട് ഇവിടെ. ഫസ്റ്റ് ടേം എത്ര? 3. കോമൺ ഡിഫറൻസ് എത്ര? കോമൺ ഡിഫറൻസും 3 തന്നെ. 3നോട് 3 കൂട്ടിയിട്ടാണ് 6, 6നോട് 3 കൂട്ടിയിട്ട് 9. അപ്പൊ കോമൺ ഡിഫറൻസ് ഇസ് 3. പൊതു വ്യത്യാസം 3. ഇനി n എത്ര? n ഇവിടെ 20 തന്നിട്ടുണ്ട് അല്ലേ. 20 പദങ്ങളുടെ തുക കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ n is 20. നമുക്ക് കണ്ടുപിടിക്കാലോ. ആ ഫോമുല അറിയുന്ന ഒരാൾക്ക് ഇതിന്റെ മാർക്ക് കിട്ടി. SN ഈക്വൽസ് ഫോമുല എന്താ? d/2n² പ്ലസ് t1 മൈനസ് d/2 ഇൻറ്റു n. അത് കൊടുക്കുന്നതാണ്, അപ്ലൈ ചെയ്യുന്നതാണ്. d എന്ന് പറയുമ്പോൾ 3/2. അപ്പൊ 3/2 ഇൻറ്റു n² 20 അല്ലേ, അപ്പൊ 20² പ്ലസ് t1 എത്ര? 3 അല്ലേ, 3 മൈനസ് d യും 3 തന്നെ, 3/2 ഇൻറ്റു എത്ര? ഇൻറ്റു 20. അപ്പൊ എത്ര കിട്ടും നോക്കാം. 3/2 എന്ന് പറഞ്ഞാൽ 1.5 ആണ് അല്ലേ, 1.5 ഇൻറ്റു 200. ഇത് 20ൻ്റെത് 400 ആണ്. 20ന്റെ സ്ക്വയർ പ്ലസ് ഇത് 3ന്റെ അകത്ത് 3ന്റെ പകുതി ഓർക്കുക, 3ന്റെ അകത്ത് 1.5 ഓർക്കുക. അപ്പൊ 1.5 അവിടെ കിട്ടുക. 3ന്റെ അകത്ത് 1.5 കുറച്ചാൽ 3ന്റെ പകുതി കുറച്ചാൽ ഇൻറ്റു 120. സോറി, എന്നിട്ട് എത്രയാ? ഇൻറ്റു 20.
അപ്പൊ ഇത് കിട്ടും 1 400 ഗുണിച്ചാൽ 400 400ന്റെ പകുതി 600 200. അപ്പൊ 400 200 600. അപ്പൊ അവിടെ അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ ഇങ്ങനെ കിട്ടാത്തവർ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. ഇവിടെ 20 1 കൊണ്ട് 20 മൾട്ടിപ്ലൈ ചെയ്യാൻ മീനിങ് 20ഉം 20ന്റെ പകുതി 20 30. അപ്പൊ എല്ലാം കൂടി 30. അതെല്ലാം മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടും 1.5ന്. ഇവിടെ പോയിന്റ് ഉണ്ട് 1.5. ഇവിടെ പോലെ 1.5. ഓക്കെ. അപ്പൊ ആൻസർ എത്ര? 630 കൂട്ടിയാൽ 630. സോ ഇറ്റ്സ് സം ഓഫ് ഇറ്റ്സ് 20 ടേം ഈസ് ആ ശ്രേണിയിൽ 20 പദങ്ങളുടെ തുക 630, അതായത് 630. സിമ്പിൾ അല്ലേ? അപ്പൊ എന്തേ അറിയേണ്ടതുള്ളൂ? നമുക്കറിയേണ്ടത് എസ്ന്റെ ഫോർമുല വൈഹാട്ടാക്കിയിരിക്കണം. അരിത്മെറ്റിക് സീക്വൻസിന്റെ സം ഓഫ് n ടേമിന്റെ ഫോർമുല വൈഹാട്ടാക്കിയിരിക്കണം. എന്താ ഫോർമുല? ഞാൻ ബോക്സ് ആക്കിയിട്ടതാ. Sn equals d/2 n square plus t1 minus d/2 into n. സിമ്പിൾ അല്ലേ? ശരി, ഞാൻ സമയം കളയാതെ അടുത്ത ക്വസ്റ്റ്യൻ കിടക്കാണേ. അടുത്ത ക്വസ്റ്റ്യൻ എല്ലാവരും എഴുതെടുക്കുക. ഈ ചോദ്യത്തിന് ചെറിയൊരു മാറ്റമുണ്ട്. 2, 8, 14 etc. up to 62. Find the sum of these terms. 2, 8, 4. എന്താ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്? 2, 8, 14 etc. up to 62. ഇതിന്റെ എല്ലാ ടേമിന്റെയും സമ്മ് കാണുമെന്ന്. അതായത് ഇത്രയുമുള്ള ടേമിന്റെ 2 + 8 + 14 + etc. up to പ്ലസ് എത്ര വരെ? +62 വരെയുള്ള ഈ സംഖ്യയുടെ സമ്മ് കാണാനാ പറഞ്ഞത്. അപ്പൊ നമുക്ക് നോക്കാം ഇവിടെ എന്തെല്ലാം ഉണ്ട് നോക്കാം. ഇവിടെ നമുക്ക് എന്തൊക്കെ ക്ലൂ നമുക്ക് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ടേം ഈസ് ഓൾറെഡി ഹിയർ, ദാറ്റ് ഈസ് 2. കോമൺ ഡിഫറൻസ് 6 ആണെന്ന് ഒറ്റ നോട്ടത്തിലൂടെ മനസ്സിലായി. 2നോട് 6 കൂട്ടിയിട്ടാണ് 8, 8നോട് 6 കൂട്ടിയിട്ടാണ് 14. അപ്പൊ therefore കോമൺ ഡിഫറൻസ് 6. ഇനി എന്താ തന്നിരിക്കുന്നത്? ഇവിടെ n ഉണ്ടോ? അതാണ് അവിടെ പ്രശ്നം. നേരത്തെ ചോദ്യത്തിനകത്തെല്ലാം ഇത്ര പദങ്ങളുടെ 20 ടേംസിന്റെ തുക കാണുക, ഫൈൻഡ് ദ സം ഓഫ് 20 ടേംസ്. വേറൊരു ചോദ്യം കണ്ട് ഫൈൻഡ് ദ സം ഓഫ് 25 ടേംസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ എത്ര ടേം എന്നില്ല. ഇവിടെ പകരം എന്താ തന്നത്? ലാസ്റ്റ് ടേം ഇവിടെ തന്നിട്ടുണ്ട്. എത്ര തന്നിട്ടുണ്ട്? 62 തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്തില്ല? ഇവിടെ n ഇല്ല, നമ്പർ ഓഫ് ടേം ഇല്ല. അപ്പൊ നമ്പർ ഓഫ് ടേം ഇവിടെ കണ്ടുപിടിച്ചാലേ നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ നമ്പർ ഓഫ് ടേം കണ്ടുപിടിക്കുന്ന ഫോർമുല പഠിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചത്, നമ്മൾ പാട്ട് പോലെ പാടിയത്. എന്താ പാട്ട് പോലെ പാടിയത്? n equals ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1. അത് പ്രകാരം കണ്ടുപിടിക്കണം. ലാസ്റ്റ് ടേം എത്ര? 62 മൈനസ് 2 ബൈ കോമൺ ഡിഫറൻസ് 6 അല്ലേ പറഞ്ഞേ, പ്ലസ് 1. അതായത് 62 2 പഠിച്ചാൽ 60, 60/6 പ്ലസ് 1. അതായത് എത്ര? 60/6 10 ആണ്, 10 + 1. സോ ദ ആൻസർ ഈസ്, ഇപ്പൊ n കിട്ടി. ഇപ്പോഴാണ് n കിട്ടിയത്. n എത്രന്ന് കിട്ടുന്നു? 11 എന്ന് കിട്ടുന്നു. ഇനി നമുക്ക് നമ്മളോട് കണ്ടുപിടിക്കുമ്പോൾ സമ്മ് കണ്ടുപിടിക്കാനാ പറഞ്ഞിരിക്കുന്നത്. ഫോർമുല എഴുതുക. എന്താ ഫോർമുല? Sn equals നോക്കാം, d/2 n square പ്ലസ് t1 മൈനസ് d/2 into n. ദാറ്റ് മീൻസ് d എത്ര? 6 അല്ലേ പറഞ്ഞേ. അപ്പൊ 6/2 into n എന്ന് പറയുമ്പോൾ 11 അല്ലേ. 11ന്റെ സ്ക്വയർ പ്ലസ് t1 ഫസ്റ്റ് ടൈം 2 അല്ലേ പറഞ്ഞേ. 2 മൈനസ് d/2 എന്ന് പറയുമ്പോൾ 6/2 into 11. അപ്പൊ എന്താ ആൻസർ ഇട്ട് നോക്കാം. അതായത് 6/2 3 ആണ്. 3 into 11ന്റെ സ്ക്വയർ 121 ആണെന്ന് അറിയാം. പ്ലസ് 2 മൈനസ് 3 into 11. ഇവിടെ എന്ത് കിട്ടും? ഇവിടെ കിട്ടുന്നത് 363, 363. ഇവിടെ പ്ലസ് 2ന്ന് 3 കുറച്ചാൽ നെഗറ്റീവ് ആണ്. ചെറുന്ന് വലുത് കുറച്ചാൽ നെഗറ്റീവ് ആണെന്ന് അറിയില്ലേ. അപ്പൊ -1 into -1 into 11 ആട്ടോ. അതായത് 363. ഇവിടെ ഇങ്ങനെ രണ്ട് സൈൻ അടുത്തടുത്ത് വന്നാൽ ഡിഫറെന്റ് സൈൻ വന്നാൽ എന്താ ചെയ്യുക? അത് കുറേ അറിയില്ല. എന്താ ചെയ്യുക? ഡിഫറെന്റ് സൈന് മൾട്ടിപ്ലൈ എന്ത് കിട്ടുന്ന ആലോചിക്കുക. ഡിഫറെന്റ് സൈന് മൾട്ടിപ്ലൈ ചെയ്താൽ നെഗറ്റീവ്, സെയിം സൈന് മൾട്ടിപ്ലൈ ചെയ്താൽ പോസിറ്റീവ്. അപ്പോൾ ഇവിടെ ഇപ്പൊ ഡിഫറെന്റ് സൈൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. രണ്ടും കൂടി ഡിഫറെന്റ് സൈൻ ആണ്, പോസിറ്റീവ് നെഗറ്റീവ്. അപ്പൊ ഡിഫറെന്റ് സൈൻ മൾട്ടിപ്ലൈ ചെയ്താൽ നെഗറ്റീവ്. അവിടെ നെഗറ്റീവ് ആവുക, -11 ആയിരിക്കും. അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം 363ന്റെ അത് 11 കുറക്കുമെന്ന് അർത്ഥം. ദാറ്റ് ഈസ് 352. സോ ഇതിന്റെ എസ്ന്റെ ആൻസർ സം ഓഫ് ഈ സംഖ്യകളെല്ലാം കൂടി കൂട്ടിയാൽ 2 + 8 + 14 പ്ലസ് എക്സെട്ര അപ് ടു +62 വരെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം 352 ആണ് എന്നാണ് മനസ്സിലാക്കിയത്. ഇപ്പൊ എന്താ ഇവിടെ ഈ ചോദ്യത്തിന്റെ പ്രത്യേകത? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരിക. ഇവിടെ രണ്ട് കാര്യം കണ്ടുപിടിക്കണം. ഇത് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇതേ പരീക്ഷയ്ക്ക് വന്നാൽ ഇനി രണ്ട് കാര്യം കണ്ടുപിടിക്കണം. എന്തെങ്കിലും കണ്ടുപിടിക്കണം? നമ്പർ ഓഫ് ടേം ആയ n കാണണം, പിന്നെ sn കാണണം. അപ്പൊ നമുക്ക് ഇവിടെ രണ്ട് ഫോർമുലയും ഉപയോഗിക്കും. നമ്മൾ പിന്നെ മനസ്സിലാക്കിയിരിക്കുന്ന രണ്ട് ഫോർമുല യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. അപ്പൊ ഇതാ
എന്നിന്റെ ഫോർമുല അറിയണം അയാൾക്ക്, നമ്മൾ ചെയ്യുന്ന ഒരാൾക്ക് അല്ലേ. നമുക്ക് ഇതും അറിയണം, നമുക്ക് എന്തും അറിയണം, ഈ ഫോർമുലയും നമുക്ക് അറിഞ്ഞിരിക്കണം. ശരി. അപ്പോൾ n ഈക്വൽസ് ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1, പിന്നെ Sn ഈക്വൽസ് d/2 n സ്ക്വയർ പ്ലസ് t1 മൈനസ് d/2 ഇൻറ്റു n. ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞത് ഇങ്ങനത്തെ ഈ 2 ചോദ്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ, ഞാൻ ഇന്ന് ഇവിടുത്തെ ഈ സെക്ഷൻ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇന്നിപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി ഒരു ക്വസ്റ്റ്യൻ തരികയാണ്. 3, 7, 11 എക്സെട്ര അപ് ടു 103, 3, 7, 11 എക്സെട്ര അപ് ടു 103 ഈ ശ്രേണിയിലെ പദങ്ങളുടെ തുക കാണുക. ചെയ്യാലോ? ഫസ്റ്റ് ടൈം ഉണ്ട്. ഫസ്റ്റ് ടൈം എത്രയാ? 3. കോമൺ ഡിഫറൻസ് എത്ര? 3 to 7 4 ആണ്. അപ്പൊ കോമൺ ഡിഫറൻസ് 4. ഇനി ഇവിടെ n ഉണ്ടോ? ഇല്ല. പകരം ലാസ്റ്റ് ടൈം ആണ് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇപ്പൊ ജസ്റ്റ് ബിഫോർ നമ്മൾ ചെയ്തിരിക്കുന്ന ചോദ്യം പോലെ ആദ്യം n കണ്ടുപിടിക്കണം, എന്നിട്ട് വേണം ഫോർമുല എഴുതിയിട്ട് അപ്ലൈ ചെയ്തിട്ട് ഉത്തരം കണ്ടുപിടിക്കാം. പ്രയാസമില്ലല്ലോ? ശരി. ഏതായാലും ഇന്ന് ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുള്ള 2 കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. സോ ഐ എം സ്റ്റോപ്പ് ഹിയർ. സ്റ്റോപ്പ് ദ ഷെയറിംഗ്. ശരി. അപ്പൊ ഇന്ന് ഞാനിപ്പോ 2 കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. ഒന്ന് പിന്നെ എന്താന്ന് പറഞ്ഞത്, നമ്പർ ഓഫ് ടേം കാണുന്ന ഫോർമുല. എന്താ ഫോർമുല? അതിന് ഉറക്കത്ത് വിളിച്ചാൽ ഇപ്പൊ ആരെങ്കിലും പെട്ടെന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കും, പെട്ടെന്ന് വിളിക്കുമ്പോൾ പെട്ടെന്ന് പറഞ്ഞു പോകണം. എങ്ങനെ പറഞ്ഞു പോകണം? ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1, അവസാന പദം മൈനസ് ആദ്യ പദം ബൈ പൊതു വ്യത്യാസം പ്ലസ് 1 സമം നമ്പർ ഓഫ് ടേം, പദങ്ങളുടെ എണ്ണം സമം അവസാന പദം മൈനസ് ആദ്യ പദം ബൈ പൊതു വ്യത്യാസം പ്ലസ് 1, അല്ലെങ്കിൽ നമ്പർ ഓഫ് ടേം ഈക്വൽസ് ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1. അത് ദൂരോട്ട്, അതുകൊണ്ടാണ് പ്ലസ് 1 കുറച്ച് ദൂരോട്ട് പറഞ്ഞത്. അങ്ങനെ ഒരു ഫോർമുല നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ പറഞ്ഞത് ഈ എല്ലാ സീക്വൻസിന്റെയും അരിത്മെറ്റിക് സീക്വൻസിന്റെ പിന്നെ സം കാണുന്ന ഫോർമുല കണ്ടല്ലോ നിങ്ങളിപ്പോ. എന്താന്ന് എല്ലാവരും പറഞ്ഞു നോക്കി, എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞേ. d/2 n സ്ക്വയർ പ്ലസ് t1 മൈനസ് d/2 ഇൻറ്റു n. അപ്പൊ എന്തെല്ലാം അറിഞ്ഞാൽ മതി? t1 അറിയണം, ഫസ്റ്റ് ടേം അറിയണം, കോമൺ ഡിഫറൻസ് d അറിയണം, പിന്നെ നമ്പർ ഓഫ് ടേം n അറിയണം. ചില ചോദ്യത്തിനകത്ത് നമ്പർ ഓഫ് ടേം തരൂല. അപ്പൊ നമ്മൾ എന്ത് വേണ്ടി വരും? നമ്പർ ഓഫ് ടേം കണ്ടുപിടിക്കേണ്ടി വരും. എളുപ്പല്ലേ? ശരി. ഏതായാലും നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഇനി ഒരു 2-3 ഐഡിയാസും കൂടി നിങ്ങൾക്ക് തരാനുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് നമുക്ക് ഈ ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യാം. അല്ലെങ്കിൽ വി ഹാവ് ടു ഡു വൺസ് മോർ സെഷൻ. എന്തായാലും 1-2 ക്ലാസ് കൊണ്ട് നമുക്ക് ഈ അരിത്മെറ്റിക് സീക്വൻസ് എന്ന പാഠം നമുക്ക് നല്ല രീതിയിൽ അവസാനിപ്പിക്കാൻ സാധിക്കും. I hope you all can understand what I am saying and what I am taking for you. അപ്പോൾ എല്ലാവരും നല്ല കുട്ടികളായിരിക്കുക, കൊറോണയെ കരുതിയിരിക്കുക. സുരക്ഷിതത്വമാണ് വളരെ പ്രധാനം അല്ലേ? വി ഹാവ് ടു സേവ് അവർ സെൽഫ് ഫ്രം ദി കൊറോണ. പിന്നെ കൂടുതൽ മറ്റു കാര്യങ്ങളൊന്നും പറയാനില്ല. ഏതായാലും നല്ല കുട്ടികളായിരിക്കുക. പിന്നെ എനിക്ക് നിങ്ങളോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ പലപ്പോഴും പറയണമെന്ന് മറന്നു പോകുന്നതാണ്. അതായത് 10ാം ക്ലാസ്സിൽ ഫുൾ A+ വാങ്ങിക്കണമെങ്കിലുള്ള ഒരു പ്രധാനപ്പെട്ട കണ്ടീഷൻ ഉണ്ട്. എന്താ പ്രധാനപ്പെട്ട കണ്ടീഷൻ എന്നറിയോ? കഴിഞ്ഞു പോയ 5 വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിർബന്ധമായും കളക്ട് ചെയ്ത് വെക്കുക. കഴിഞ്ഞു പോയ 5 വർഷങ്ങളിലെ പ്രീവിയസ് ആയിട്ടുള്ള 5 വർഷങ്ങളിലെ ക്വസ്റ്റ്യൻസ് അപ്പൊ ഇപ്പൊ 2020 അല്ലേ, 2015 മുതലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കളക്ട് ചെയ്യുക. അതൊക്കെ ചെയ്ത് പഠിക്കുക. അത് ഏത് മാത്തമാറ്റിക്സിന്റെ മാത്രമല്ല, എല്ലാ സബ്ജക്റ്റിന്റെയും എല്ലാ ക്വസ്റ്റ്യൻസ്, ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ കളക്ട് ചെയ്യുക. എന്നിട്ട് അത് ചെയ്ത് പഠിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായും definitely you can get the full A+ in all subjects. So try to collect the previous question papers. Okay? ശരി. Bye. See you until the next class. നല്ല കുട്ടികളായിരിക്കുക, നന്നായിരിക്കുക. Okay? Bye.